ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് കം, വരൂ, ആന. ഈ വാക്ക് കം, വരൂ എന്നർത്ഥമുള്ള പദം ഏതൊക്കെ രീതിയിൽ ഹിന്ദിയിൽ പ്രയോഗിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. കം എന്ന് പറഞ്ഞാൽ വരൂ. ആന, ഹിന്ദിയിൽ എന്ത് പറയും? ആന. കം എന്ന് പറഞ്ഞാൽ ആന, വരൂ. കം ഫാസ്റ്റ്, അപ്പം എന്തായിരിക്കും? വേഗം വാ, വേഗം വരൂ. കം ഫാസ്റ്റ്, വേഗം വരൂ. എങ്ങനെ പറയാം? ജൽദി ആവോ. അപ്പം ആന എന്ന് പറഞ്ഞാൽ വരിക, വരൂ. കം ഫാസ്റ്റ്, വേഗം വരൂ. ജൽദി ആവോ, വേഗം വരൂ. ജൽദി ആവോ. കം അപ്പ്, മുകളിൽ വരൂ, മുകളിൽ വരൂ. ഊപ്പർ ആവോ, മുകളിലേക്ക് വരൂ. ഊപ്പർ ആവോ. അപ്പം കം ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അരെ ജൽദി ആവോ, ജൽദി ആവോ എന്നാ. ഇനി മുകളിലേക്ക് വാ, മുകളിൽ സാധനങ്ങളെടുത്ത് വയ്ക്കാനായിട്ട് മുകളിലേക്ക് വാ. നമ്മളെങ്ങനെ പറയാം? ഊപ്പറാവോ. അരെ യാർ ഊപ്പറാവോ എന്നാ, ഊപ്പറാവോ. കം ഹിയർ, ഇവിടെ വരിക, ഇങ്ങോട്ട് വാ, ഇവിടേക്ക് വാ, ഇവിടെ വാ എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും? യഹാമാവോ, ഇതറാവോ. യഹാമാവോ, ഇതറാവോ. ഇതിലേത് പറഞ്ഞാലും ഇവിടെ വരിക എന്നാണ്. അരിലെടുക്കുക, ഇതറാവോ എന്നാ. ഇതറായിയേ, ആപ്പ് ഇതറായിയേ, ആപ്പ് യഹാമാവോ, ആപ്പ് യഹാമായിയേ, തും യഹാമാവോ. ആപ്പ് വരുമ്പോൾ ആയിയേ എന്നാണ് നമ്മൾ പ്രയോഗിക്കുള്ളൂ. ആന എന്നുള്ളതിൻ്റെ വരിക എന്നുള്ളത് ആയിയേ, വന്നാലും എന്നാണ് എപ്പോഴും നമ്മൾ ബഹുമാനത്തോടു കൂടി പറയുന്നതാണ് ആപ്പ്. അപ്പം ആയിയേ, ജായിയേ, ബോലിയേ, കഹിയേ, ചലിയേ, ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കുള്ളൂ. എല്ലാത്തിൻ്റെയും കൂടെ ആയിയേ, ചലിയേ, ബോലിയേ, ഖായിയേ, പിയേ. ഓക്കെ. ഇനി കം സ്ലോലി, പതുക്കെ വരൂ. തിരക്ക് പിടിക്കണ്ട, വളരെ സൂക്ഷിച്ച് പതുക്കെ വരൂ എന്ന് നമ്മളെങ്ങനെ പറയും? ധീരേസേ ആവോ. അരെ ബേട്ട ധീരേസേ ആവോ, പതുക്കെ വാ, സൂക്ഷിച്ച് വാ. അരെ ബേട്ട ധീരേസേ ആവോ, ആപ്പ് ധീരേസേ ആയിയേ. അവിടെ തെന്നിക്കിടക്കുക, അതുകൊണ്ട് സൂക്ഷിച്ച് വാ. ആപ്പ് ധീരേസേ ആയിയേ, തും ധീരേസേ ആവോ. അരെ ബേട്ട ധീരേസേ ആവോ, പതുക്കെ വരൂ. ധീരേസേ ആവോ, ധീരേസേ ആയിയേ, ധീരേസേ ആന. എല്ലാം പറയാം. നമുക്ക് സംസാരത്തിൽ നമ്മൾ അതിൻ്റെ ഇതുകളൊന്നും നമ്മൾ നോക്കാറില്ല. അപ്പം എപ്പോഴും ഇതെല്ലാം നമ്മൾ സംസാരത്തിൽ പ്രയോഗിക്കും. കം ഡൗൺ, താഴേക്ക് വാ. ഇപ്പം ഒരു ബിൽഡിങ് പണിയണോടത്തുനിന്ന് ഒരു പണിക്കാരനാ താഴേക്ക്, ബംഗാളി മുകളിൽ പണിയെ, താഴേക്ക് വാ എന്നങ്ങനെ പറയും നമ്മൾ. നീച്ചെ ആവോ, നീച്ചെ ഉത്തരോ. നീച്ചെ ആവോ, അരെ നീച്ചെ ആവോ, തും നീച്ചെ ഉത്തരോ. രണ്ടും താഴേക്ക് വരിക, താഴേക്ക് വരൂ എന്നാണ്. ഉത്തരോ എന്ന് പറഞ്ഞാലും നീച്ചെ ആവോ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെ. അപ്പം അരയിലെടുക്കുക, നീച്ചെ ഉത്തരോനാ. അരെ ബായ് നീച്ചെ ആവോ. രണ്ടും നമുക്ക് പറയാം. കം നൗ, ഇപ്പോൾ വരൂ, ഇപ്പം തന്നെ വാ, പിന്നേടത്തേക്ക് വയ്ക്കണ്ട, ഇപ്പം തന്നെ വരണം എന്ന് പറയുന്നത്. അബി ആ ജാവോ, അബ് ആ ജാവോ, അബ് ആ ജാവോ.
अभी आ जाओ, अभी आइए, आप अभी आइए, तुम अभी आ जाओ, तुम अब आ जाओ. अरे बेटा अब आ जाओ, अभी आइए, अब आइए, अभी आइए, अभी आइए, अब आ जाओ, अब आइए, अब आओ. കം ഇൻ, അകത്തേക്ക് വരൂ. നമ്മൾ ഒരാൾ പുറത്ത് വന്ന് നിൽക്കുകയാണ്, അകത്തേക്ക് വാ, അകത്തേക്ക് വരൂ എന്ന് പറയാനായിട്ട് അന്തറായിയേ. അപ്പം അന്തറായിയേ, അരെ അന്തറാവോ, അന്തറാജാവോനാ, അരെ ബേട്ട അന്തറാജാവോനാ, തും അന്തറാവോ, ആപ്പ് അന്തറായിയേ. അപ്പോൾ സാധാരണ നമ്മുടെ മക്കളോട് അരെ അന്തറാവോനാ, അരെ ബേട്ട അന്തറാവോ. ഇനി മുതിർന്നവരോടാണെങ്കിൽ ആ പന്തറായിയേ. കം ബാക്ക്, മടങ്ങി വരിക. ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അപ്പോൾ മടങ്ങി വരാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വാ എന്ന് നമ്മൾ എങ്ങനെ പറയും? വാപ്പസ് ആവോ, വാപ്പസ് ആവോ. അരെ ബേട്ട വാപ്പസ് ആവോ, തും വാപ്പസ് ആവോ നാ, ആപ്പ് വാപ്പസ് ആയിയേ. തും വാപ്പസ് ആവോ, ആപ്പ് വാപ്പസ് ആയിയേ. അരെ വാപ്പസ് ആവോ നാ, അരെ ബായ് വാപ്പസ് ആവോ. ഇനി അടുത്തേക്ക് വരൂ, കം നിയർ, അടുത്തേക്ക് വരൂ. എങ്ങനെ പറയും? പാസാവോ, പാസാവോ, മേരെ പാസ് ആവോ നാ, മേരെ പാസ് ആയിയേ, മേരെ പാസ് ആവോ നാ, തും മേരെ പാസ് ആവോ, ആപ്പ് മേരെ പാസ് ആയിയേ നാ. നസ്തീക്ക് ആവോ എന്ന് പറഞ്ഞാലും മേരെ പാസ് ആവോ എന്ന അതേ അർത്ഥമാണ് വരുന്നത്. പാസ്സാവോ, അടുത്തേക്ക് വരിക, അത് തന്നെയാണ് നസ്തീക്ക് ആവോ. നസ്തീക്ക് ആവോ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഐ ഹാവ് കം, ഐ ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ദേ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് ഒരാൾ നമ്മൾ വിളിച്ച് പറയത്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്. മേം ആ ഗയാ ഹും, മേം ആ ഗയാ ഹും, മേം ആ ഗയാ. ഇനി ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരുള്ളൂ, വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് പറയും? മേം ആവൂങ്ക, മേം ആവൂങ്ക, ഞാൻ വരാം, ഞാൻ വരും. കൽ മേം ആവൂങ്ക, നാളെ ഞാൻ വരും. പർസോ മേ ആവൂങ്ക, മറ്റന്നാൾ ഞാൻ വരും. ഐ ഹാഡ് കം, ഞാൻ വന്നിരുന്നു, ഞാൻ ഇന്നലെ വന്നിരുന്നു. അവിടെ വന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടില്ല, ഇന്നലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? മേം ആയാതാ, മേം തുമാരെ പാസ് ആയാതാ ലേക്കിൻ തുമको नहीं मिला. मैं तुम्हारे घर पर आया था लेकिन तुमको नहीं मिला. मैं तुम्हारे घर पर आया था लेकिन तुमको नहीं मिला. കം എലോങ്, അല്ലെങ്കിൽ കൂടെ വരൂ, എൻ്റെ കൂടെ വാ, നീയും എൻ്റെ കൂടെ വരൂ, എൻ്റെ കൂടെ നീയും കളിക്കൂ എന്നൊക്കെ നമ്മൾ പറയാനായിട്ട് കൂടെ വരൂ, കൂടെ കളിക്കൂ എന്നൊക്കെ പറയും. അതിന് സാത്ത് ആവോ, സാത്ത് ആവോ, സാത്ത് കൂടെ, സാത്ത് ആവോ. മേരെ സാത്ത് ആവോ, എൻ്റെ കൂടെ വരൂ. മേരെ സാത്ത് ഖേലോ, എൻ്റെ കൂടെ കളിക്കൂ. മേരെ സാത്ത് ഖാവോ, എൻ്റെ കൂടെ കഴിക്കൂ. മേരെ സാത്ത് ചലോ, എൻ്റെ കൂടെ നടക്കൂ. മേരെ സാത്ത് ലിഖോ, എൻ്റെ കൂടെ എഴുതൂ. മേരെ സാത്ത് പഠോ, എൻ്റെ കൂടെ വായിക്കൂ. അപ്പം സാത്ത് കൂടെ, ഏത് ക്രിയകളുടെയും കൂടെ സാത്ത് ചേർത്ത് കൂടെ എന്ന് ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് കം ഉപയോഗിച്ചുള്ള വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഏത് ഇതിൻ്റെയും കൂടെ നമ്മൾ എങ്ങനെയാണ് ആന എന്ന വാക്ക്, ക്രിയ
നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കണതെന്ന് പഠിച്ച് നിങ്ങൾ ഇതിലെ ഏതെങ്കിലുമൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മറ്റൊരാളോട് സംസാരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.